കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വീടും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് നാടുവിടുകയാണ് കണ്ണൂരിലെ മലയോര പ്രദേശങ്ങളിലുള്ളവർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ 21 പേരാണ് ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൃഷിനാശത്തിന്റെ കണക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. 2023 നവംബർ 15 കാടിറങ്ങുന്ന വന്യതയുടെ രക്തസാക്ഷിയായി കണ്ണൂർ മുടിക്കയത്തെ സുബ്രഹ്മണ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ഉപേക്ഷിച്ചു പോയ ഈ വീട്ടിൽ നിന്ന് തുടങ്ങാം കണ്ണൂരിന്റെ മലയോരം അനുഭവിക്കുന്ന കാട്ടാന ഭീതിയുടെ നേർക്കാഴ്ചകൾ. കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിതമാർഗമായ 2 ഏക്കർ കൃഷിയിടം ആനക്കൂട്ടം തരിശുഭൂമിയാക്കി. ജീവിക്കാൻ വേറെ വഴിയില്ല. ഇരിട്ടി കച്ചേരിക്കടവ് മുടിക്കയത്തെ സുബ്രഹ്മണ്യൻ ഇങ്ങനെയൊരു കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇത് ആദ്യ സംഭവമായിരുന്നില്ല. തൊട്ടുമുകളിലെ പറമ്പിൽ കൃഷി ചെയ്ത് ജീവിച്ചു പോന്ന സേവ്യർ കുറ്റ്യാനിക്കൽ എന്ന കർഷകൻ 2020 ഒക്ടോബറിൽ ആത്മഹത്യ ചെയ്തതിനും കാരണം മറ്റൊന്നായിരുന്നില്ല. ഇത് കണക്കുകൾ തുടങ്ങാൻ മാത്രം പറഞ്ഞത്. കണ്ണൂരിന്റെ മലയോരത്ത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത് 21 ജീവനുകളാണ്. ഏപ്രിലിൽ ആറളം ഫാം ബ്ലോക്ക് 11 ചോമാനിയിൽ മാധവിയെ വീട് തകർത്താണ് കാട്ടാന കൊലപ്പെടുത്തിയത്. ബ്ലോക്ക് 7 ബാലനെ ആന കൊലപ്പെടുത്തുന്നത് 2016. 2017 ജനുവരിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനെ ഓടിക്കുന്നതിനിടെ നരിക്കടവ് സ്വദേശി ബിജു. ഫെബ്രുവരിയിൽ വനത്തിനുള്ളിൽ ഫയർലൈൻ ജോലിക്ക് പോയ ഗോപാലൻ. 2018 മാർച്ചിൽ ആറളം ഫാം ബ്ലോക്ക് 9 അമ്മിണി. ഏപ്രിലിൽ പൈനാപ്പിൾ കൃഷി സൂപ്പർവൈസർ വാളത്തോട്ടെ റെജി. ഒക്ടോബർ 30 ദേവു കരിയാത്ത്. ഡിസംബർ 8 ബ്ലോക്ക് 10 ചപ്പിലി കൃഷ്ണൻ. 2019 ഓഗസ്റ്റിൽ ചെറുപുഴ ആറാട്ടുകടവ് സ്വദേശി പത്മനാഭൻ. 2021 സെപ്റ്റംബറിൽ വള്ളിത്തോട് സ്വദേശി ജസ്റ്റിൻ. 2023 രാജഗിരിയിലെ എബിൻ സെബാസ്റ്റ്യനും നെല്ലിക്കാമ്പൊയിലെ ആത്രിശ്ശേരി ജോസും. ഇങ്ങനെ നീളും കഴിഞ്ഞ 10 വർഷം ചിഹ്നം വിളിയിലൊടുങ്ങിയ മനുഷ്യജീവനുകൾ. കാട്ടാനയുടെ കൊമ്പിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ വേറെയും. നോക്കുമ്പോൾ ആനയെ കണ്ടവിടെ ഞാൻ തിരിഞ്ഞു ഓടിപ്പോയി വീണു കഴിഞ്ഞവിടെ ആന വന്ന് എന്നെ കുത്തി നിരക്കിക്കൊണ്ടുപോയി. പിന്നെ ഒരു കമ്പിൻ്റെ ഇടയ്ക്ക് പോയി തട്ടി നിന്നവിടെ ആന അപ്പുറ സൈഡിൽ വന്നിട്ട് കാലുകൊണ്ട് തട്ടി മറിച്ചിട്ടവിടെ എൻ്റെ വാരിയിൽ പൊട്ടി. ഞാൻ പിന്നെ ആനയുടെ ചുവട്ടിലിങ്ങനെ കിടന്നു. ആന എന്താണെന്നറിയില്ല, ആന ഒരു 2-3 മിനിറ്റ് അവിടെ നിന്നിട്ട് ആന തന്നെ ഓടി പോയി കളഞ്ഞു. ഇവർക്കൊപ്പം തന്നെയാണ് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്നവരെയും കാണേണ്ടത്. മുടിക്കയത്തെ വിമല അങ്ങനെ അനേകരിൽ ഒരാൾ മാത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു 5 മണിയായപ്പോൾ അവിടെ കറിക്കരിയുന്നുണ്ട് മുറ്റത്തിരുന്നിട്ട്. അന്നേരത്തുണ്ടി ഒറ്റ ഇതിലെ കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് അങ്ങനെ തന്നെ വൈകുന്നേരം ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്നു. അപ്പോൾ ഞമ്മക്ക് 2 പേർക്ക് ഇവിടെ നിൽക്കാൻ വരെ സമ്മതിക്കുന്നില്ല. രാത്രി പകലും എല്ലാം ജീവിക്കാൻ പറ്റാത്ത ദിവസം. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മലയോരത്തെ കൃഷിഭൂമിയിൽ ഇന്ന് കർഷകർ വിളവിറക്കുന്നത്. എല്ലാം കാട്ടാനകളുടെ സ്വൈരവിഹാരത്തിൽ ഇല്ലാതാകുമെന്ന് അവർക്കുറപ്പാണ്. കൃഷി എന്ന് പറയുന്ന സംഭവം നമ്മളൊക്കെ ഉപേക്ഷിച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ നേരത്തെ ഉള്ള പഴയ നിൽക്കുന്ന കശുമാവാണെങ്കിൽ കശുമാവ് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അത് പിറക്കിയെടുക്കും. അതിപ്പം കശുമാവ് ഇപ്പം പൂക്കുന്ന സമയമാണ്. പൂത്ത് അതിന് കശുവണ്ടി ആയി ആ സമയം എത്തുമ്പോഴത്തേക്ക് ഇതുങ്ങൾ വന്നിട്ട് ഇത് മൊത്തം പിറക്കി തിന്നും. അതിൻ്റെ ബാലൻസ് അവിടെ ഇവിടെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് പിറക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. ആനമതിലും ഹാങ്ങിങ് സോളാർ ഫെൻസിംഗും അടക്കം ആനകളെ പ്രതിരോധിക്കാൻ പദ്ധതികൾ നിരവധിയുണ്ട്. പക്ഷേ ഒച്ചിഴയും വേഗത്തിൽ പുരോഗമിക്കുന്ന ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാകുമ്പോഴേക്ക് മലയോരത്ത് ആളുകൾ കാണുമോ എന്നതാണ് സംശയം. കാട്ടാനപ്പേടിയിൽ വീടും സ്ഥലവും സർവ്വവും ഉപേക്ഷിച്ച് പോയവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. ആറളം ഫാം പ്രദേശത്ത് 100-ലേറെ, കച്ചേരിക്കടവ് പരിസരത്ത് 80ഓളം, ചെറുപുഴ, കേളകം തുടങ്ങിയ മേഖലകളിലും ഇതിനൊത്ത സംഖ്യ തന്നെ. ജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകുന്ന അവരുടെ കൃഷി നഷ്ടമാകുന്നതിനുള്ള നഷ്ടപരിഹാരം ഒരു 10 വർഷമായിട്ട് നമുക്കിവിടെ ആർക്കും ലഭ്യമായിട്ടില്ല. അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും അപേക്ഷ കൊടുക്കുന്നുണ്ട്. അപേക്ഷ കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്, അപേക്ഷ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു പ്രശ്നം വെച്ചാൽ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത്ര രീതിയിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരോ അവർക്ക് ആവശ്യത്തിനുള്ള വണ്ടിയോ അവർക്ക് ആനയെ പ്രതിരോധിക്കുന്നതിനും ഓടിക്കുന്നതിനുമുള്ള ഉപകരണങ്ങളോ അവർക്ക് നിലവിലില്ല. അവരുടെ ജീവന് തന്നെ ഭീഷണിയാകത്തക്ക രീതിയിലൂടെയാണ് അവർ ആനയെ തുരത്താൻ ശ്രമിക്കുന്നത്.
വർഷത്തിൽ ഒരു ദിവസം പോലും ഒഴിയാതെ കാട്ടാനകൾ കണ്ണൂരിലെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നുണ്ട്. ആറളം ഫാം മേഖലയിൽ 50-ലേറെ ആനകളാണ് ഇത്തരത്തിലുള്ളത്. മലയോര മേഖലയുടെ നട്ടെല്ലായ റബ്ബർ കൃഷിയെയും കാട്ടാന ശല്യം സാരമായി ബാധിക്കുന്നു. പുലർച്ചെ ആനകളെ പേടിച്ച് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് തോട്ടങ്ങളിലെത്താൻ സാധിക്കുന്നില്ല. സമാന പ്രതിസന്ധിയാണ് കശുവണ്ടി കർഷകരും നേരിടുന്നത്. കശുമാവ് പൂക്കുന്ന സമയങ്ങളിൽ ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തിത്തുടങ്ങും. കശുമാങ്ങ കഴിക്കും. കശുവണ്ടി പേരിന് പോലും കർഷകർക്ക് ലഭിക്കില്ല. തെങ്ങ്, കവുങ്ങ്, വാഴ, കൊക്കോ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന മലയോര കർഷകർ അനുഭവിക്കുന്നതും സമാനതകളില്ലാത്ത ദുരിതമാണ്. 25 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് ഈ 10 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചത്. ഇതിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. 1971 ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ് ഈ ആനയെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാട്ടുമൃഗങ്ങളെ ഈ ഗവൺമെൻറ്റുകൾ ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത്. ആ നിയമം തന്നെ പൊളിച്ചു മാറ്റുക. അല്ലെങ്കിൽ നാശനഷ്ടങ്ങളും ഈ ദുരിതങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് അവർക്ക് ജോലി ഗവൺമെൻറ് കൊടുക്കുക. ആറളം ഫാം മേഖലയിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നിലവിൽ നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പരിക്ക് പറ്റിയവർക്ക് യഥാസമയം നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും പരാതി ഉയരുന്നു. പരിമിതികൾക്കുള്ളിൽ നിന്ന് വനം വകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും നടത്തുന്ന ഇടപെടലാണ് ജനങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം. എന്നാൽ കൃത്യമായ സംവിധാനങ്ങൾ ഇവരുടെ കയ്യിലില്ല. പലപ്പോഴും ജീവൻ പണയം വെച്ചാണ് ആനകളെ തുരത്തുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കാട്ടാന പാഞ്ഞെടുക്കുന്നതും പതിവാണ്. ആനമതിലിൻ്റെയും സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെയും നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് നിലവിൽ ഏക പോംവഴി. ഇല്ലെങ്കിൽ പൊറുതിമുട്ടി സർവവും ഉപേക്ഷിച്ചു പോയവരുടെ മണ്ണായി മലയോരം മാറും. 21 മരണങ്ങൾ, അതിൻ്റെ എത്രയോ മടങ്ങ് പരിക്കേറ്റവർ, ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷിനാശം, സ്വത്തുവകകളും വളർത്തുമൃഗങ്ങൾക്കുമുണ്ടായ നാശം വേറെയും. കാട്ടാനക്കലിയുടെ ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് കണ്ണൂരിലെ മലയോരവും. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, പലർക്കും കൃഷി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വീടും സ്വത്തും നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ജീവനും നഷ്ടപ്പെടുന്നു. 10 വർഷത്തിനിടെ 21 പേർ എന്നൊക്കെ പറയുന്നത് ഓരോ വർഷവും നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. വനം വകുപ്പ് എന്താണ് പറയുന്നത്? രുചീഷ്, അത് ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. കാരണം 10 വർഷത്തിനിടെ 21 ജീവനുകൾ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞു കണ്ണൂരിന്റെ മലയോരത്ത് എന്നുള്ളത്. ഈ വനം വകുപ്പ് അവരുടേതായ രീതിയിൽ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും വിജയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം നേരത്തെ ഈ ട്രഞ്ചുകൾ എടുത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയാനുള്ള ശ്രമങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് വലിയ തുക സർക്കാർ അനുവദിച്ചുകൊണ്ട് തന്നെ ആനമതിൽ നിർമ്മാണം ആരംഭിച്ചു. പക്ഷേ 10 കിലോമീറ്റർ, ഇപ്പോൾ ആറളം ഫാമിലാണ് ഏറ്റവും കൂടുതൽ ഈ കാട്ടാനയുടെ ശല്യം കണ്ണൂരിൽ അനുഭവപ്പെടുന്നത്. അവിടെ 10 കിലോമീറ്റർ നീളത്തിൽ ആനമതിൽ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇപ്പോൾ നിലവിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ് ഈ ആനമതിലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആനകൾ ഈ ആറളം ഫാമിലെ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ കണ്ണൂരിൽ പറയുന്ന 21 മരണങ്ങളിൽ 17 മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് ആറളം ഫാമിലാണ് എന്നുള്ളത്. മറ്റൊന്ന്, അതിനുശേഷമാണ് ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ആരംഭിക്കാൻ അത് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അതും പൂർണ്ണമായും ഫലപ്രദമാകുന്ന രീതിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഈ RRT ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ പടക്കം പൊട്ടിച്ചും മറ്റും തുരത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴിയുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഈ വനം വകുപ്പിന് കൃത്യമായ സംവിധാനങ്ങൾ അതിനുമില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ പടക്കം പൊട്ടിച്ച് മാത്രമാണ് ഇത്തരത്തിൽ ആനകളെ തുരത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ആറളം ഫാമിലാണെങ്കിൽ നിലവിൽ 50ഓളം കാട്ടാനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇവ പല സമയങ്ങളിലായി പല മേഖലകളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക, അതിനെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമായി മാറുന്ന സാഹചര്യമുണ്ട്. ഇത് മനുഷ്യ ജീവനെടുത്ത കഥ ഇങ്ങനെയാണെങ്കിൽ ഈ കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമായത്, ഒരുപക്ഷെ നമ്മൾ ഈ 10 വർഷത്തിനിടെ 25 കോടി എന്ന് പറയുമ്പോഴും അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നതാണ് ഈ കാട്ടാനകളുടെ പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്ന കൃഷിനാശത്തിന്റെ കണക്ക് എന്നുള്ളതാണ്. ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മലയോരത്തെ ജനങ്ങൾ നേരിടുമ്പോൾ ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്നൊരു പരാതി കൂടി ഉണ്ടാകുന്നുണ്ട്.
മാത്രമല്ല ഈ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകി ഒരുപാട് കാലം കാത്തിരിക്കുമ്പോൾ പോലും അത് കിട്ടുന്നില്ല. അതിനുമപ്പുറത്തേക്ക് തെങ്ങുൾപ്പെടെയുള്ള വിളകൾക്ക് നഷ്ടപരിഹാരത്തിന്റെ തുക വളരെ കുറവാണ് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. കാരണം 100 രൂപയാണ് ഒരു തെങ്ങിന് നഷ്ടപരിഹാരമായി നൽകുന്നത്. കർഷകർ ചോദിക്കുന്നത് ഒരു തെങ്ങിന്റെ ആയുസ് എത്ര കാലമുണ്ടെന്ന് നമുക്കറിയാം, അതിൽ നിന്ന് എത്ര കാലം വിളവ് ലഭിക്കുമെന്നറിയാം. മാത്രമല്ല ഒരു 200 രൂപയിൽ കുറഞ്ഞ ഒരു തെങ്ങിന്റെ തൈ ലഭിക്കുക പോലും അസാധ്യമാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ 100 രൂപയൊക്കെ നഷ്ടപരിഹാരം നൽകിയത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് സഹായമാണ് ആവുക എന്നൊരു ചോദ്യം കർഷകർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് മലയോര മേഖലയിൽ ഇത്തരത്തിൽ ഈ കാട്ടാന ശല്യം കൊണ്ട് നേരിടുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിനെല്ലാം വലിയ മറ്റൊരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകാവുന്ന മറ്റൊരു കാര്യം കൂടി ഈ കാട്ടാന ശല്യം കൊണ്ട് കണ്ണൂരിലെ മലയോര മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കൃത്യമായ കണക്ക് അധികൃതരുടെ കയ്യിൽ അക്കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ പോലും ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ആറളം ഫാമിൽ മാത്രം 100-ലേറെ കുടുംബങ്ങളാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തവും. കാരണം കാട്ടാന ശല്യത്തിൽ വലിയ ബുദ്ധിമുട്ടി വീടും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് നാട് വിടുകയാണ് കണ്ണൂരിലെ മലയോര ജനത. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ.